ഇടുക്കി തൊടുപുഴയെ രാസലഹരിയുമായി ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ TS ഷിയാസാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 18 ഗ്രാം MDMA, 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടികളിൽ മുന്നിൽ നിന്ന ആളാണ് ഷിയാസ്. വിവരങ്ങൾ സുബിൻ തോമസ് നൽകും. സുബിൻ, അത് തന്നെയാണ്, അതായത് പാർട്ടി പരിപാടികളിൽ കൊടി പിടിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ്ങുമായി മുന്നോട്ടു പോയ ഷിയാസ്, മുന്നിലുണ്ടായിരുന്നു ഷിയാസ്. പക്ഷേ ഇപ്പോൾ ഈ രാസലഹരിയുമായി പിടിയിലായവരുടെ കൂട്ടത്തിൽ മുന്നിലാണ് ഡിവൈഎഫ്ഐ നേതാവ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും അത്തരത്തിലാണ്. തൊടുപുഴ മേഖലയെ സംബന്ധിച്ച് തൊടുപുഴയിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് CPM-ന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് TS ഷിയാസ്. അതോടൊപ്പം ഈ ലഹരി വിരുദ്ധ പരിപാടികളിലും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലും എല്ലാം തന്നെ മുൻനിര പോരാളിയുമായിരുന്നു. അദ്ദേഹത്തെയാണ് നിലവിൽ ഇപ്പോൾ ഈ MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെയായി പിടികൂടിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാവുന്നത്. ഈ പിടിയിലായവർ എല്ലാം തന്നെ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിൽ TS ഷിയാസ് ആണ് ഡിവൈഎഫ്ഐ തെക്കുംഭാഗം മേഖലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് TS ഷിയാസ്. ഈ TS ഷിയാസും അതോടൊപ്പം അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് ഈ MDMA-യും അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിട്ടുള്ളത്. ഇവരിൽ നിന്ന് പിടികൂടിയത് 18.18 ഗ്രാം MDMA-യും അതോടൊപ്പം തന്നെ 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് എന്നുള്ളതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഈ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ തൊടുപുഴ ഇടവെട്ടിയിൽ പരിശോധന നടത്തുന്നത്. ഇവർ ഒരു വാഹനത്തിൽ വരികയായിരുന്നു. ഈ വാഹനം തടഞ്ഞു നിർത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇവർ വാഹനത്തിൽ ഒളിപ്പിച്ച രീതിയിൽ ഈ ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരെ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. ഈ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾ കൂടിയാണ് TS ഷിയാസ്. ഇത്തരത്തിൽ മാതൃകയാകേണ്ട ഒരാൾ തന്നെ, അല്ലെങ്കിൽ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ഒരാൾ തന്നെ ഈ ലഹരിയുമായി പിടികൂടുന്ന ഒരു സാഹചര്യം, അത് ഗുരുതരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ തൊടുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആളുകളിലേക്കെല്ലാം ഈ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ലഹരി എത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ സംഘത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വലയിൽ പെട്ടിട്ടുണ്ടെന്നടക്കമുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉടലെടുത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഇവർക്ക് ഈ ലഹരി വസ്തുക്കൾ, ഈ MDMA അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഇവരെ നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി സുബിൻ, എന്തായാലും ഡിവൈഎഫ്ഐ നേതാവാണ് രാസലഹരിയുമായി പിടിയിലായത്. സുബിൻ തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.